ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും രണ്ടാം മാറാട് കലാപത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനുമിടയിൽ മലയാള പത്രങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യത്തോടെ വരാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. മനോരമ പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട 2 റിപ്പോർട്ടുകൾ ഞാൻ കണ്ടു. ഇംഗ്ലീഷ് പത്രങ്ങളിലും സാമാന്യമായിട്ട് പോകും. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുജറാത്തിലെ സോമനാഥ് സന്ദർശിച്ചു. അവിടെ നടന്ന ഒരു വലിയ ആഘോഷ പരിപാടിയിൽ അദ്ദേഹം ഉത്സാഹപൂർവ്വം പങ്കെടുത്തു എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ചെണ്ടക്കാരനെ ആ ചെണ്ടയിൽ അദ്ദേഹം ചെണ്ടക്കോലും മേടിച്ച് താളമിടുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഈ ദേശീയ മാധ്യമങ്ങളിൽ, അതായത് ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകളിൽ വന്നു. അത് മനോരമ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു. ഹിന്ദുവിലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട വന്ന വാർത്തകൾ കണ്ടു. അപ്പോൾ എന്താണ് സോമനാഥിൽ നടന്ന ആഘോഷം എന്ന് ചോദിച്ചാൽ, ഇത് 2026 ആണ്ടാണ് നമുക്കറിയാം. കൃത്യം 1000 കൊല്ലം മുമ്പ്, അതായത് 1026 ആണ്ടിൽ സോമനാഥിലുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്, സോമനാഥ ക്ഷേത്രം. അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരമശിവന്റെ പ്രതിഷ്ഠയാണ്, ശിവക്ഷേത്രമാണ്. ഈ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു. അതിന് വളരെയധികം സ്വത്തുവകകളുണ്ടായിരുന്നു. അതുപോലെ നിരവധി രത്നങ്ങളും ഒരുപാട് സ്വർണവും വെള്ളിയും ഒക്കെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിവെച്ചു. ഇതിലൊക്കെ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട പണികളൊക്കെ ചെയ്തത്. ഏതാണ്ട് തിരുപ്പതി ദേവസ്ഥാനം പോലത്തെ ഒന്നാണ് എന്ന് വിചാരിച്ചു. അവിടെ തുർക്കിയിൽ നിന്നുള്ള ആക്രമണകാരി മെഹ്മൂദ് ഗസ്നിയിലെ മെഹ്മൂദ് എന്ന് പറഞ്ഞ ഒരു സാഹസികൻ കുറേ പട്ടാളക്കാരുമായി കുതിരപ്പുറത്ത് വന്ന് ഈ പ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന പൊന്നും വെള്ളിയും രത്നങ്ങളും ഒക്കെ കവർച്ച ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ 1026 ആണ്ടിൽ നടന്ന മഹാസംഭവം. അത് തുർക്കികളുടെ ആക്രമണത്തിൻ്റെ ഒരു നാന്ദിയായിരുന്നു. തുർക്കികളുടെ ആക്രമണം ശരിക്കുണ്ടാകുന്നത് മുഹമ്മദ് ഗോറിയുടെ സമയത്താണ്. അദ്ദേഹമാണ് ഇവിടെ വന്ന് അടിമ സാമ്രാജ്യം സ്ഥാപിച്ചത്. അതിലാണ് ഈ ഗോറിയുടെ പിന്മുറക്കാരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായത്. പിന്നെ കുത്തബ്ദീൻ ഐബക്ക് ഉണ്ടായത്, ഇൽത്തുമിഷ് ഉണ്ടായത്, അലാവുദ്ദീൻ ഖിൽജി ഉണ്ടായത്, പിന്നീട് നമ്മുടെ ഇബ്രാഹിം ലോധി വരെയുള്ള ആളുകളുടെ പല വംശങ്ങളും ഭരിച്ചു. അടിമ വംശം, ലോധി വംശം, ഖിൽജി വംശമൊക്കെ. അതിനൊക്കെ മുമ്പ്, ഈ മുഹമ്മദ് ഗോറിക്ക് മുമ്പ് ഇന്ത്യ ആക്രമിച്ച, ഇവിടെ വന്ന് കൊള്ളയടിച്ച് സ്വത്ത് കവർന്നുകൊണ്ട് പോയ ഒരു സാഹസികനായിരുന്നു ഈ ഗസ്നിയിലെ മെഹ്മൂദ്. അപ്പോൾ ഈ ഗസ്നിയിലെ മെഹ്മൂദ് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചതിൻ്റെ, തകർത്തതിൻ്റെ 1000ാമത്തെ വർഷമാണ് ഇപ്പോൾ ഈ 2026. അതിനെന്താണ് ആഘോഷം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇത് ഏറ്റവും അവസാനം കേട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഗസ്നിയുടെ ആക്രമണം കഴിഞ്ഞ് പിന്നെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ രാജാക്കന്മാർ ക്ഷേത്രം പുനരുദ്ധരിച്ചു. അത് വീണ്ടും പഴയ പോലെ തന്നെ സമ്പൽ സമൃദ്ധമായി. കൊല്ലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിന് ശേഷം, അലാവുദ്ദീൻ ഖിൽജി വീണ്ടും ഈ ക്ഷേത്രം ആക്രമിക്കുകയും തകർക്കുകയും കൊള്ളയടിക്കുകയും. വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു. വീണ്ടും ക്ഷേത്രം പുനരുദ്ധരിച്ചു. വീണ്ടും പഴയ പോലെ സമ്പൽ സമൃദ്ധമായി. കുറേ കാലങ്ങൾക്ക് ശേഷം, പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം, മുഗൾ രാജാവായിരുന്ന, മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ് അദ്ദേഹം വീണ്ടും ഈ ക്ഷേത്രം ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു. പിന്നീട് നൂറ്റാണ്ടുകളോളം അതങ്ങനെ തകർക്കപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞു. 1707 ഔറംഗസീബ് ഇഹലോകവാസം പഠിച്ച് പരലോകപ്രാപ്തനായി. അത് കഴിഞ്ഞ് പിന്നെയും നിരവധി വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ തന്നെ അതങ്ങനെ ജീർണാവസ്ഥയിൽ കിടന്നു. അത് പുനരുദ്ധരിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അത് ജൂനാഗഡിലെ നവാബിൻ്റെ ഭൂപ്രദേശത്തായിരുന്നു. അപ്പം നവാബ് മുസ്ലിം സമുദായക്കാരനാണ്. അദ്ദേഹത്തിന് ഇത് പുനരുദ്ധരിക്കാൻ താല്പര്യമുള്ള ഹിന്ദു രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അനുവാദവും കൊടുത്തിരുന്നില്ല. അങ്ങനെ തകർക്കപ്പെട്ട സോമനാഥ ക്ഷേത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ അങ്ങനെ തന്നെ കിടന്നു. ഇനി നിങ്ങൾ സാമൂഹ്യപാഠ പുസ്തകത്തിൽ പഠിച്ച ഒരു കാര്യം ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച ഒരു നാട്ടുരാജ്യമായിരുന്നു ജൂനാഗഡ്. ജൂനാഗഡിലെ നവാബ് ജൂനാഗഡിനെ പാകിസ്ഥാനോട് ചേർക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സർ ഷാനവാസ് ഭൂട്ടോയായിരുന്നു. അത് നമ്മുടെ പിൽക്കാലത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ തീർന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പിതാവ്. ഇവര് പാകിസ്ഥാനോട് ലയിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്ത്യൻ യൂണിയൻ അത് സമ്മതിച്ചില്ല. ജൂനാഗഡിലെ നവാബ്
അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാര്യമാരും മൂന്നോ നാലോ നായ്ക്കളുമായിട്ട് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു. വിമാനം കയറി പാകിസ്ഥാനിലേക്ക് പോയി. അദ്ദേഹം കറാച്ചിയിൽ അഭയം തേടി. അതിനുശേഷം ഇന്ത്യയുടെ പട്ടാളം ജൂനഗഡിലേക്ക് മാർച്ച് ചെയ്യുകയും ജൂനഗഡിനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ചേർക്കച്ചു. അതിനുശേഷം സാക്ഷാൽ സർദാർ പട്ടേൽ ജൂനഗഡ് സന്ദർശിച്ചു. അവിടെ ജനഹിത പരിശോധന നടത്തി. അപ്പോഴാണ് ഈ ജീർണാവസ്ഥയിൽ കിടക്കുന്ന സോമനാഥ് ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു, ഈ ക്ഷേത്രം ഇന്ത്യ ഗവൺമെൻറ് മുൻകൈ എടുത്ത് പുനരുദ്ധരിക്കും, ഇതിങ്ങനെ തകർന്നു കിടക്കപ്പെടേണ്ടുന്ന ഒന്നല്ല എന്ന്. അദ്ദേഹം ആ ഉത്തരവാദിത്വം കെ എം മുൻഷി ഏൽപ്പിച്ചു. കുലപതി കെ എം മുൻഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കറുടെയും അല്ലാടി കൃഷ്ണസ്വാമിയുടെയൊക്കെ കൂടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. അദ്ദേഹമാണ് ഈ ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകൻ. അപ്പോൾ മുൻഷി മുൻകൈ എടുത്ത് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം, പുനർനിർമ്മാണം എന്ന് പറയുന്ന കൂടിശ്ശേരി ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചു. അങ്ങനെ പുനർനിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സർദാർ പട്ടേൽ മരിച്ചു. 1951 ഈ ക്ഷേത്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും. അപ്പോൾ മുൻഷി നേരിട്ട് ചെന്ന് നമ്മുടെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. പ്രസാദ് ചെല്ലാമെന്ന് സമ്മതിച്ചു. പക്ഷെ ആ ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു ഇതറിയുകയും അദ്ദേഹം രാഷ്ട്രപതി ഇങ്ങനെയുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. നെഹ്റു കരുതിയത് ഈ അലാവുദ്ദീൻ ഖിൽജിയും അതിനു മുമ്പ് മുഹമ്മദ് ഗസ്നിയും പിന്നീട് ഔറംഗസീബും തകർത്ത ഒരു ക്ഷേത്രം പുനർനിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വലിയ മങ്ങലേൽപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. പുനർനിർമ്മിച്ചതിനേക്കാൾ ഭയങ്കരം രാഷ്ട്രപതിയെ പോലെ ഒരാൾ, രാഷ്ട്രപതി എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും പാഴ്സികളുടെയും എല്ലാവരുടെയും രാഷ്ട്രപതിയാണ്, അവിടെ പോയി ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് എടുത്ത് അദ്ദേഹം കത്ത് വഴിക്ക് ഈ വിവരം രാജേന്ദ്ര പ്രസാദിനെ അറിയിച്ചു. പ്രസാദ് പക്ഷേ ഈ നെഹ്റുവിൻ്റെ കടലാസിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല. അദ്ദേഹം അവിടെ പോയി ഉദ്ഘാടനം നടത്തി. പക്ഷെ പുള്ളി ഒരു കാര്യം ചെയ്തു. ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ ജാതി മത വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ്. ഈ മതേതരത്വവും മതനിരപേക്ഷ നിലപാടും സർക്കാരിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ആധാരശിലയാണ് എന്നും പ്രഖ്യാപിച്ചു. അപ്പോൾ പിന്നെ നെഹ്റുവിന് വലിയ ആക്ഷേപം പറയാൻ പറ്റുകയില്ല. അങ്ങനെ ആ അധ്യായം അവിടെ അവസാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന സോമനാഥ് ക്ഷേത്രം ഗുജറാത്തിൽ ഈ പഴയ സ്ഥലത്ത് തല ഉയർത്തി നിൽക്കുന്നത്. വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഉള്ളതുകൊണ്ട് രാജ്യത്തിൻ്റെ നാനാഭാഗത്തുനിന്നും തീർത്ഥാടകരോട് പോകുന്നുണ്ട്. ഇതാണ് സോമനാഥിൻ്റെ ചരിത്രം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മോഡിയും സംഘവും ഇങ്ങനെ ഒരു ആഘോഷം അവിടെ സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ, ഒരു ക്ഷേത്രം തകർത്തതിൻ്റെ സഹസ്രാബ്ദം ആരെങ്കിലും ആചരിക്കുകയോ ആഘോഷിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സാധ്യതയുമില്ല. പിന്നെ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രം ഞങ്ങൾ പുനരുദ്ധരിക്കും, ഞങ്ങൾ പുനർനിർമ്മിക്കും. അയോധ്യയും കാശിയും വാരണാസിയും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. സോമനാഥിൽ സർദാർ പട്ടേൽ തുടങ്ങി വെച്ച യജ്ഞമാണ് ഇപ്പോൾ അയോധ്യയിൽ പൂർത്തീകരിച്ചതും ഇനി കാശിയിലും വാരണാസിയിലും മറ്റുമൊക്കെ പൂർത്തീകരിക്കാനുള്ളതും എന്ന ഒരു വ്യക്തമായ സന്ദേശമാണ്. അതാണത് വലിയ ദേശീയ ആഘോഷമായിട്ട് ഈ അയോധ്യയുടെ ചെറുത്തുനിൽപ്പിൻ്റെ സഹസ്രാബ്ദം എന്ന പേരിൽ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നേരിട്ട് പോയതും ചെണ്ട കൊട്ടിയതും. ഇത് സത്യം പറഞ്ഞാൽ BJP-കാരുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പശ്ചിമേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷം ഇങ്ങനെ ഉല ഊതി ആളിക്കത്തിച്ച് നിലനിർത്തുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഇതിനോട് സാദൃശ്യമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ജൂനഗഡ് നവാബിൻ്റെ അതേ സമയത്ത് തന്നെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച് നെഞ്ചു പിടിച്ചിരുന്ന ഒരാളാണ് ഹൈദരാബാദ് നൈസാം. 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1948 സെപ്റ്റംബറിലാണ് നൈസാമിനെ ബലം പ്രയോഗിച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത്. അതിൻ്റെ 75ാം വാർഷികം 2 കൊല്ലം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അതിഭയങ്കരമായിട്ട് ഹൈദരാബാദിൽ വെച്ച് ആഘോഷിച്ചു. BJP-കാർ ആഘോഷിക്കുന്നുണ്ടപ്പോൾ പിന്നെ കോൺഗ്രസിനെ ആഘോഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അവരാണല്ലോ ഇവരെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. അവരും ആഘോഷിച്ചു. തെലങ്കാന രാഷ്ട്ര സമിതിയും ആഘോഷിച്ചു. പിന്നെ നമ്മുടെ OIC-യുടെ മുസ്ലിം മജ്ലിസിന് ആഘോഷിക്കാതിരിക്കാൻ പറ്റും. സത്യത്തിൽ അവരാണ് നൈസാമിന് താങ്ങും തണലുമായി നിന്ന ആൾ. പക്ഷേ മജ്ലിസും ഇത് ആഘോഷിച്ചു. അങ്ങനെ ഹൈദരാബാദിനെ സംബന്ധിച്ചുള്ള ഇത് വലിയൊരു ദേശീയ ആഘോഷമാക്കി മാറ്റാൻ മോഡിക്കും അമിത്ഷായ്ക്കും സാധിച്ചു. അതിൻ്റെ എന്താ വെച്ചാൽ പിന്നെ അതിൻ്റെ അടുത്ത കൊല്ലം തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ പുറകെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പായപ്പോൾ അവർ ഏതാണ്ട് കോൺഗ്രസ് കിട്ടിയ അത്തരം സീറ്റുകൾ തന്നെ ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കൊണ്ടാണ് BJP ഈ നാട്ടിലെ ഒരു മിലിറ്റന്റ് ഹിന്ദുയിസം അല്ലെങ്കിൽ വിരോധികൾ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തെ ആളിക്കത്തിച്ചു ജനങ്ങളെ വൈകാരികമായി സ്വാധീനിച്ച് അവരുടെ പാർട്ടിയുടെ ആ ഒരു മേൽക്കോയ്മ നിലനിർത്താൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ടെസ്റ്റ് കേസായിട്ട്, ഒരു സിംബോളിക് കേസായിട്ട് നമുക്കിതിന് വേണമെങ്കിൽ പഠിതാക്കൾക്ക്, ഈ വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടന്ന ആളുകൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള പല പല പരിപാടികളും നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഒന്നും പഠിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അത് രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും.